നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഞാൻ പ്യുവർ പാകിസ്ഥാനി ഷോളും പിന്നെ ഓർണമെൻറ്റ്സാണ് കാണിക്കുന്നത് എന്താണെന്ന് കാണണം കേട്ടോ. വീഡിയോ ഫുള്ള് കാണണേ, ഇട്ടിട്ട് പോകരുത് കേട്ടോ. എന്നും പോകുന്ന പോലെ ഇട്ടിട്ട് പോകരുത്. പോയാൽ ഭയങ്കര നഷ്ടമായിരിക്കും, അതേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നാളെ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പുതിയ ബ്ലൗസിൻ്റെ വീഡിയോ, റെഡിമെയ്ഡ് ബ്ലൗസുകൾക്ക് ആവശ്യക്കാർക്ക് അന്തമേ ഇല്ല, തീരുന്നേ ഇല്ല. അപ്പോൾ പുതിയ ഡിസൈനിലുള്ള ബ്ലൗസ് വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ രാവിലെ 10 മണിക്ക് കാണണം കേട്ടോ. ബ്ലൗസ് ചോദിച്ചിരിക്കുന്ന ആൾക്കാർ കുറേ പേരെ അറിയിച്ചിട്ടുണ്ട്. അറിയിക്കാത്തവർ ഇത് ഒരറിയിപ്പായിട്ട് സ്വീകരിക്കുക. ബ്ലൗസിൻ്റെ വീഡിയോ ആണ്. ഇന്നേ ഞാൻ ആദ്യം പാകിസ്ഥാനി ഷോൾ കാണിക്കാവേ. പ്യുവർ പാകിസ്ഥാനി ഷോള്. ബ്ലിങ്ക എന്താ പ്യുവർ പാകിസ്ഥാനി ഷോൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ 250 രൂപ തൊട്ട് പാകിസ്ഥാനി ഷോളാന്നും പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പാകിസ്ഥാനി ഷോളാന്നും പറഞ്ഞ് ഇറങ്ങുന്നുണ്ടെന്നല്ല, പാകിസ്ഥാനി ഷോൾ എന്നുള്ള പേരിൽ ഇറങ്ങുന്നുണ്ട്. ഇത് ഇതാണ് പ്യുവർ പാകിസ്ഥാനി ഷോള്. വിസ്കോസ് ജോർജറ്റിൽ തീർത്തിരിക്കുന്ന എത്രയോ സ്റ്റോൺ. പലരും പല നമ്പേഴ്സാണ് പറഞ്ഞത്. ഇത് കുത്തിയിരുന്ന് എണ്ണാൻ ആരെ കൊണ്ട് പറ്റും? എത്ര നമ്പർ പറഞ്ഞാലും വിശ്വസിക്കേ തരുള്ളൂ. 1000 എന്ന് പറഞ്ഞാലും 1000 എന്ന് പറഞ്ഞാലും വിശ്വസിക്കേ തരുള്ളൂ. ഇത് ഒത്തിരി സ്റ്റോൺ ഉണ്ട്. ഇത് ശരിക്കും നമുക്ക് നോക്കി അറിയാം. നല്ല പണി എടുത്തിട്ടുള്ള ഷോളാണ്. പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഷോളാണ്. ഇത് കൂട്ടൊരു ഷോൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്നാ പറയുക, ഫംഗ്ഷനൊക്കെ പോകാൻ ടോപ്പിനും ബോട്ടത്തിനൊന്നും വലിയ പ്രസക്തിയില്ല. ഒരു സെമി സിൽക്ക് ടോപ്പും ബോട്ടവും കൂടി ഇട്ടിട്ട് ഇതുപോലത്തെ ഒരു ഷോളൊക്കെ ഇട്ടുവാണെങ്കിൽ, പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിൽ റിസപ്ഷൻ അതുപോലെയൊക്കെയുള്ള പാർട്ടികൾക്കൊക്കെ പോകാനായിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പം ഇതാണ് ആദ്യത്തെ. ഇതിൻ്റെ കളറില്ലേ, നല്ലൊരു കളറാട്ടോ. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കളർ ഒരു ചില്ലി റെഡ് ഒക്കെ പോലുള്ള ഒരു കളറാണേ. ഇതിന് മൾട്ടി കളറുണ്ട്, അല്ലാതെ ഉണ്ട്. ഇത് ചില്ലി റെഡും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഷോള്. ഇതിപ്പം നിങ്ങൾക്ക് പാർട്ടിക്കാകുമ്പോൾ നമുക്ക് ഇച്ചിരി കളർഫുള്ളായിട്ടൊക്കെ നിൽക്കാനായിട്ട് നല്ലത്. നല്ല നീളവും വീതിയും വണ്ണവും പൊക്കവും വിസ്താരവും വിസ്തൃതിയും ആകർഷണവും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ ചേർന്ന ഷോളാണ്. സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഫംഗ്ഷൻ വെയറാണ്, പാർട്ടി വെയറാണ് എന്ന് വേണം. പിന്നെ ഇത് വാങ്ങിച്ചിട്ട് മിടുക്കികളായിട്ടുള്ള ആൾക്കാർ ഷോളായിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ നല്ല ഒന്നാന്തരം പാർട്ടി വെയർ ടോപ്പായിട്ട് തയ്ച്ചിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് തയ്ച്ച് തന്നിട്ടുണ്ട്. ഞാൻ മിടുക്കികളെന്നേ പറയുള്ളൂ. മനുഷ്യൻ്റെ എന്തുമാത്രം ക്രിയേറ്റിവിറ്റി. അതിനെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര സപ്പോർട്ട് അങ്ങനത്തെ കാര്യത്തിൽ. ഒരു സാധനം നമുക്ക് കിട്ടിയാൽ, ഒരു പേപ്പർ കഷ്ണമാണെങ്കിലും അതിനെ പിന്നെ പറയുന്നത് റീയൂസ് ചെയ്യാന്ന് പറയല്ലേ, റീസൈക്കിൾ ചെയ്യാന്ന് എന്താ പറയുക, അങ്ങനെ ചെയ്ത് പല ഉപയോഗം, ചുമ്മാ ആർക്കും ഉപയോഗമില്ലാതെ കബോർഡിനകത്തോ അവിടെ ഇവിടെ പല്ലിക്കും പാറ്റായിക്കും അല്ലേ, എല്ലാം കൂടുതൽ ആക്ഷൻ വേണ്ട കേട്ടോ. ഈ ഫാനിട്ടേ ഫാനെന്തെങ്കിലും ഉപയോഗിച്ചിരിക്കുന്നു. ഇതുപോലെ ലോകത്ത് എവിടെയെങ്കിലും വീഡിയോ നിങ്ങൾ കാണുന്നതാണോ? ഇടയ്ക്ക് ഫാനിടാൻ പോകുന്നു എന്തൊക്കെയല്ലേ. അങ്ങനെ യൂസ് ചെയ്യുന്ന എന്ത് നല്ല കാര്യമാണെന്നറിയോ. അപ്പോൾ അത് പലർക്ക് കിട്ടും. ഒന്നുമില്ലെങ്കിൽ വേണ്ടവർക്ക് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഞാനതാ പറയുന്നത്. ഇത് അടുത്തത്, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ബ്ലാക്കും ഇവിടെ വന്നിട്ട് ഒരു യെല്ലോ ക്രീമില്ലേ എന്ന് പറയുന്നത്, ഒരു ക്രീമല്ലേ, ചന്ദന കളർ, അങ്ങനത്തെ കളർ. ഇവിടെ നല്ല ഡാർക്ക് മെറൂണും ബ്രൗണും ക്രീമും അത്രയും ഉദ്ദേശിച്ചാൽ മതി. ഇതാണ് ഒരു ഷോൾ. അടുത്തത് എന്താ ഇതിൻ്റെ എന്താ പറഞ്ഞ മുത്ത് തന്നെ സ്റ്റോണുണ്ടോ, 100 സ്റ്റോൺ എന്നറിയാം. ഇച്ചിരി ഹെവിയാണേ, ഇച്ചിരി ഓവറായിട്ടൊന്നും തോന്നില്ല കേട്ടോ. കാരണം ഇതിന് തോന്നുന്നില്ല. ഇവിടേക്ക് ഒത്തിരി സ്റ്റോണിൻ്റെ എണ്ണം കുറവുണ്ട്. സെൻറ്ററിലും ഇവിടെ ഉള്ളൂ. നല്ല ഭംഗിയാണ്. ഈ കളറുള്ള ടോപ്പോ ഒക്കെ ഇട്ട് ചെയ്തിട്ട് സുന്ദരികളായിട്ട് തിളങ്ങി പോവാം. ഇനി മൾട്ടി കളർ അനുസരണയില്ല, താഴോട്ട് പോവാം. ഇതുണ്ടെങ്കിൽ ഒത്തിരി എണ്ണത്തിന് ഇടാം അല്ലേ. ചിലർക്ക് ഇതാ ഇഷ്ടം, ചിലർക്ക് ഒത്തിരി കളറുകളിൽ ഇത് ഇഷ്ടമില്ല, ചിലർ അങ്ങനെ പറയും ഒത്തിരി കളർ വേണ്ട, അതെല്ലാം കൂടെ എന്തൊക്കെ പോലെ തോന്നുന്നത്. പക്ഷെ ചിലർക്ക് ഇതാണ് ഇഷ്ടം. എന്നാന്ന് ചോദിച്ചാൽ ഒത്തിരി ഇതിലേത് കളറുകൊണ്ട് ഡ്രസ്സിന് വേണമെങ്കിലും ഇടാം. പിന്നെ മൊത്തത്തിലൊരു കളർഫുൾ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പല ഗുണങ്ങളും കൊണ്ട് ഇഷ്ടങ്ങൾ വിവിധങ്ങളാണ്. എൻ്റെ കണ്ണിലെ സൗന്ദര്യമല്ല നിന്റെ കണ്ണിലെ സൗന്ദര്യം എന്ന് പറയുന്നത്. അടുത്തത് ഇത് മൾട്ടി കളർ തന്നെ, ഡിസൈൻ വ്യത്യാസത്തിൽ നല്ല ഷോളാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലാതിരിക്കത്തില്ല. കാര്യം റേറ്റ് ഉണ്ട്. ഒരു
ചെറിയ സാരിയുടെ റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ, ഇത് ആ ലേഡീസ് അല്ലേ ഇങ്ങനത്തേതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേ ഈ എക്സ്പ്രഷൻസ് കാണണം കേട്ടോ. ഭയങ്കര സൗണ്ടുകളൊക്കെ ഇങ്ങനെയൊക്കെ കേൾപ്പിച്ച് നല്ല രസം. ഞാനും ഓർക്കുവേ, എനിക്കിപ്പോൾ ഞാനുള്ള സത്യം പറയാം, എനിക്കിപ്പോൾ ഇതിനോടൊന്നും ഒരു വലിയ അങ്ങ് അയ്യോ പുത്തോ എന്നറിയോ, നമ്മുടെ കയ്യിൽ എന്ത് സാധനമാണെങ്കിലും ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് അതിനോടൊരു വിലയില്ല. അതിപ്പോൾ പണമാട്ടെ സ്നേഹമാട്ടെ, നിങ്ങൾ ഇപ്പം നിങ്ങളുടെ കൂടെയുള്ള സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ ഓവറായിട്ട് എടുത്ത് ചക്കരയെ പൊന്നേതേനെ പാലെന്ന് പറഞ്ഞ് 7 നേരം പുറകെ നടന്ന് സ്നേഹിക്കരുത്. മക്കളെ ആണെങ്കിലും അതെ, ഭർത്താവിനെ ആണെങ്കിലും അതെ, ഭാര്യയാണെങ്കിലും ഞാൻ ശരിക്കും പറയാം, എന്ത് സാധനമാണെങ്കിലും ഓവറായിട്ട് കിട്ടിയാൽ അതിന് വിലയില്ല. കുറച്ചൊക്കെ ഒരു ഗ്യാപ്പൊക്കെ ഇടണം, ഇടയ്ക്കൊക്കെ ഒന്ന് പിണങ്ങണം, തല്ലൊക്കെ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ. ഇതിങ്ങളുടെ നോട്ട് ഞാനിവിടെ ലോകത്ത് നടക്കുന്ന കാര്യം തന്നെ അല്ലേ പറയുന്നത്, അല്ലാതെ വല്ലതും പറയുന്നുണ്ടോ? അപ്പോൾ ഉണ്ട് എന്നാന്നറിയാം. അതുപോലെ എന്ന് പറഞ്ഞത് ഈ ഷോൾ എനിക്കിപ്പോൾ എപ്പോൾ വേണമെങ്കിലും എടുക്കാമല്ലോ, ഞാൻ എൻ്റെ തുണിക്കടയല്ലല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പണ്ടത്തെ ഞാനാണെങ്കിലുണ്ടല്ലോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കെട്ടിയവരെ പിടിച്ചോണ്ടല്ലോ ഒറ്റ ഞെക്കാം, എനിക്കത് വേണം പറയൂട്ട് ഇറക്കും, എനിക്ക് വേണം എനിക്ക് ഇങ്ങനെ തുടങ്ങുമായിരുന്നു കേട്ടോ. പണ്ട് കല്യാണം കഴിഞ്ഞിട്ട് 10-22 കൊല്ലമായില്ലേ. മറ്റേത് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഇത് മെറൂൺ, ഇത്തരം കൊണ്ട് മൾട്ടി കളർ ഇഷ്ടമുള്ള കളർ എടുത്തോളുക. മുമ്പേ കണ്ട മെറൂൺ ഈ ശരി കേട്ടോ. അവിടെ കണ്ടില്ലെങ്കിൽ എൻ്റെ മുന്താണി പോലത്തെ ഭാഗം നിങ്ങളൊന്ന് നോക്കിയേ, എന്നാ രസം നോക്കിയേ. എന്നാ ഇതിന് പറയുന്നത് പേര് പറഞ്ഞു നോക്കി, ബാന്തിനി പ്രിന്റ് വരുന്ന ഇത് തോന്നല്ലേ അല്ലേ? പിന്നെ എടുത്തോണ്ട് പോകുന്നു. മുമ്പേ കണ്ട എന്നാ രസമാണ്. ഇത് നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണേ, നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ്. അല്ല ഞാൻ അടുത്ത് കാണിക്കാവേ, കളർ കിട്ടുമോയെന്ന് അറിയത്തില്ല. ഫുള്ള് സ്റ്റോണാണ്. ഇവിടെ സ്റ്റോൺ കുറവാന്ന് പറയാൻ പറ്റത്തില്ല, ഇവിടെ കൂടെ വെക്കേണ്ട സ്റ്റോണും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നാ ഒരു രസമല്ലേ. ഇപ്പം ഞാൻ പറയുന്ന ഇച്ചിരി മുന്നേ പറഞ്ഞ വാക്ക് ഞാൻ തിരിച്ചെടുത്തു. എനിക്കങ്ങനെ വലിയ കൊതിയൊന്നും തോന്നത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചെടുത്ത് ഭയങ്കരമായിട്ട് കൊതി തോന്നുന്നു. ഇതിപ്പോൾ ഡാർക്ക് പർപ്പിളും ഒരു ക്രീം യെല്ലോ, ചെറിയൊരു യെല്ലോ മിക്സ് ആയിട്ടുള്ള ക്രീം. നമ്മുടെ ഫോണിൽ നോക്കുമ്പോൾ നമ്മളെടുക്കുന്ന ഫോണിൽ നോക്കുമ്പോൾ കറക്റ്റ് കളർ തന്നെയാണ്. നിങ്ങളുടെ ഫോണിലേക്ക് വന്നു കഴിയുമ്പോൾ ഏത് കളറാണെന്ന് എനിക്കറിയത്തില്ല. ഇതും കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേർക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. ഇത് പറഞ്ഞാൽ നല്ലൊരു റോയൽ ലുക്കാണ് കേട്ടോ ഈ കളറിന്. ബ്ലാക്കാണ്, ബ്ലാക്കിൽ കൂടെ ഇങ്ങനെ ഒരു നല്ലൊരു റോയൽ ലുക്കാണ്. നമുക്ക് ഇപ്പം ബ്ലാക്ക് ഫങ്ഷൻ ഇടാൻ നല്ലത്, ബ്ലാക്കോ വൈറ്റോ അങ്ങനെയൊക്കെയുള്ള പല ബ്ലൂവോ ഏത് കളറും പീച്ചോ അങ്ങനെയൊക്കെയുള്ള കളറുകൾക്കെല്ലാം കോമ്പിനേഷനായിട്ട് ഇതാണ്. അടുത്തത് മൾട്ടി കളറിൻ്റെ വേറൊരെണ്ണം. അതിനെപ്പറ്റി ഇനി എന്നാ വിശേഷണം പറയാനുള്ള വിശേഷണമെല്ലാം ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കും. ഇപ്പോൾ ബ്ലിങ്കസ്യ ദേവസ്യ എന്ന് പറഞ്ഞ് നിൽക്കുക. വയലറ്റ് കടയിലൊക്കെ വന്ന് ഒത്തിരി പേര് പാകിസ്ഥാനി ഷോൾ പുതിയത് വരുമോ എന്നൊക്കെ ചോദിച്ചവരൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ അറിവിലേക്ക് പറയാം, വീഡിയോ കാണുവാണെങ്കിൽ വന്നോളൂ കേട്ടോ. പാകിസ്ഥാനി ഷോൾ ഇപ്പോൾ വന്നിട്ടുണ്ട്, നിങ്ങൾ വേഗം തന്നെ വന്നാൽ മതി, തീരുന്നതിന് മുന്നേ. അല്ലേ പിന്നെ പറയും വിദ്യ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ വന്നത്, എന്നിട്ട് ഇപ്പോൾ ഷോളില്ലെന്ന് പറഞ്ഞു എന്നോട് വഴക്കുണ്ടാക്കാൻ പറഞ്ഞിട്ട്. എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നാൽ ഞാൻ ഇങ്ങനെ കാണിക്കും. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴും കാണിക്കുന്ന ഒരു ഓർക്കുന്നുണ്ടോ ഇങ്ങനെ എന്താണെന്നറിയോ, കൂട്ടുകെട്ടി ഇത് കാണിച്ചല്ലേ അത്രയുടെ. ഇനി ഒരു സാധനം കൂടെ കാണിക്കാം. ഞാനില്ലേ ഇന്ന് ഒരു സൂപ്പർ സാധനം കാണിക്കാം. വള, ബ്രേസ്ലെറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, വളയെന്ന് തന്നെ പറയാം. ഇതുകൊണ്ട് എൻ്റെ കയ്യിൽ കിടക്കുന്ന വളമാണ്. ഞാനൊരു സ്വർണ്ണം ഇടാൻ തീരെ ഇഷ്ടമില്ലാത്ത കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. എന്തുകൊണ്ടോ എനിക്കറിയില്ല, എനിക്ക് വലിയ ഇഷ്ടമില്ല സ്വർണ്ണം എന്ന് പറഞ്ഞാൽ. ആ നിറമാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. സത്യത്തിൽ ആ നിറമാണ് എനിക്കിഷ്ടമില്ല. സ്വർണ്ണത്തിൻ്റെ വാല്യൂ അതൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല. എനിക്ക് ആ നിറം അത്ര വലിയ ഇഷ്ടമില്ല. സ്വർണ്ണമായിട്ട് ധരിക്കാൻ, എന്നാൽ സാരിയായിട്ട് കൊടുക്കാനും ഡ്രസ്സായിട്ടൊക്കെ ഇഷ്ടമാണ്. അപ്പം ഇങ്ങനത്തെ ഇത് ശരിക്കും സ്വർണ്ണമല്ല. ഇതിപ്പോൾ എത്രയോ കാലമായിട്ട് എൻ്റെ കയ്യിൽ കിടക്കുന്നു. ഇത് കണ്ടോ, ഇതാണ് വളയാണ്. ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ,
ഇതിപ്പം ഇമ്പോർട്ടഡ് ഫ്രം ചൈനയാണ്. ഇതിപ്പം ഞാനിങ്ങനെ ഇത് കൈയിട്ടേക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും വിചാരം ഇത് ഗോൾഡാണ്. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇതെവിടുന്നാണ്. ഞാൻ വീട്ടിലൊന്നും സ്വർണ്ണം അങ്ങനെ ഒന്നും ഇട്ടോണ്ട് കഴുത്ത മാലയിടും. ഇങ്ങനെ കയ്യിലൊക്കെ ഊരി കളയാൻ കിടക്കുന്നത് ചെല്ലുമ്പോൾ ഇത് ഈസി ആയിട്ട് ഊരാനും ഇടാനും എളുപ്പമുണ്ട്. ഇങ്ങനെ ഇട്ടുകൊണ്ടാണ് കണ്ടാൽ നല്ലൊരു സ്റ്റൈൽ, സിമ്പിളാണ് പക്ഷേ സ്റ്റൈലുമാണെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു ഇത് കൊണ്ടുവരാമോ വരുത്തി കൊടുക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ വരുത്തിയതാണ്. അപ്പോൾ അതാണ് ഇന്ന് ഈ ഷോൾസിൻ്റെ കൂടെ കാണിക്കുന്നത്. ഇത് കണ്ടോ ഇതിപ്പോൾ ഒരു പേള് വെച്ച പോലെയാണ്. ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് പറയുന്നത്, ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, ഇമ്പോർട്ടഡ് ഫ്രം ചൈനയാണ്. ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് പറയുന്നത് ഇത് 6 മാസം 8 മാസം ഒക്കെ വരെ നമ്മൾ ഈ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോൾ ഇടുമല്ല, അങ്ങനത്തെ ഇടുന്ന സാധനമല്ല ഇതെന്ന് അറിയാമല്ലോ. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളറൊന്നും പോകത്തില്ല. എൻ്റെ അനുഭവത്തിൽ നിന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ വള ഏതാ തിരിച്ചറിയത്തില്ലോ. അപ്പം അങ്ങനെ തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും അങ്ങനെ തന്നെയാണ്. ഇത് കണ്ടോ, ഇത് കണ്ടാൽ വളരെ ചെറുതാണെന്ന് തോന്നും. ഇത് നമ്മൾ ഇടുന്നത്, നമ്മൾ ഈ ബ്രേസ്ലെറ്റ് ഒക്കെ ഇടുന്ന പോലെ ഇവിടെയാണ് ഇത് ഇടേണ്ടത്. ഇങ്ങോട്ട് കയറ്റിയല്ല, ഇവിടെയാണ് അത് കിടക്കേണ്ടത്. ഇങ്ങനെ കിടക്കും. ഇത് കണ്ടോ, ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾ തോർക്കും. എൻ്റെ കൈക്ക് അത്യാവശ്യം വണ്ണം മീൻസ് എൻ്റെ കൈക്ക് വണ്ണം ഉണ്ടെന്നല്ല, ഇങ്ങനെ വഴങ്ങുക എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്തൊരു കൈയാണ്. ചിലരുടെ കയ്യിൽ എന്ത് കുഞ്ഞു വള വേണേലും കയറും. ഇതിൻ്റെ ആവശ്യമില്ല. ഇതൊരുമാതിരി വണ്ണമുള്ളത് കാരണം ഇത് അഡ്ജസ്റ്റബിളാണ്. ഇങ്ങനെ ഈസി ആയിട്ട് ഇതുണ്ടോ ഇങ്ങനെ ഊരിയെടുക്കാം. വണ്ണം വരുന്നതനുസരിച്ച് നമുക്കിങ്ങനെ അടുപ്പിച്ചാൽ മതി. ഇതൊരു കളറ്. ഇത് പേള് പോലെ ഇരിക്കും. ഇത് പറയുന്നത് എന്നാ പറയുന്നത് 5-6 മാസത്തോളം. എനിക്ക് ഒരു കളർ പോകുന്നതായിട്ട് ഒരു ഇറിറ്റേഷനോ, എനിക്ക് ഗോൾഡ് അല്ലാത്തത് ഇട്ടാൽ അലർജി പ്രശ്നം ഒക്കെ ഉള്ള ആളാണ്. എനിക്ക് അങ്ങനത്തെ ഒരു സാധനമൊന്നും ഇടത്തില്ല. ഞാൻ സ്റ്റഡൊക്കെ ഇടും അല്ലാത്തത് മുത്തുപോലൊക്കെ, പക്ഷെ അത് കുറച്ച് നേരം ഇടുള്ളൂ. സ്ഥിരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അലർജി പ്രശ്നങ്ങൾ. ഇത് കണ്ടോ, ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനൊരു ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. ഇത് ഈ അലർജി പ്രശ്നങ്ങൾ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് അല്ലാത്തതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അലർജി പ്രശ്നം വരുന്നത്. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ തവണയാണ് പറയുന്ന ഒരു സംശയമുണ്ട്. അപ്പം ഇതാണ് ആദ്യത്തേത് ഒരെണ്ണം. പിന്നെ അടുത്ത ഇത് ബ്ലാക്ക്. മുമ്പത്തെ കാണിച്ചത് ഈ ഒരു ഗ്രീൻ കളറുള്ള പേളായിരുന്നു. നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ അയക്കണം. അതാത് കളർ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം. അതിന് നമ്പറുണ്ട്. ആ നമ്പർ കൂട്ടി അതിൻ്റെ പ്രൈസും കൂടെ കൂട്ടി സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം. ഒരു ഒറ്റ ഷിപ്പിങ്ങിൽ ഒരു 3-4 വളയൊക്കെ പോകും കേട്ടോ. 50 രൂപ ഷിപ്പിംഗ് ചാർജിൽ ഒരു 3-4 വളയൊക്കെ പോകും. ഇത് വണ്ണം ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരുമാതിരിപ്പെട്ട വണ്ണമുള്ള കൈകൾക്കെല്ലാം പറ്റും. കാരണം ഇത് അഡ്ജസ്റ്റബിളാണ്. പിന്നെ വളയ്ക്ക് ഈ പറഞ്ഞ ഓർണമെൻറ്റ്സിന് റിട്ടേൺ. ഇത് കണ്ടോ, ഇത് സ്ക്വയറാണ്. ഇതിൻ്റെ ഈ ഒരു കല്ല് സ്ക്വയറാണ്. പിന്നെ ഇത് നമ്മൾ ഗ്യാരണ്ടിയും വാറണ്ടിയും ഒന്നും തരുന്നില്ല. എന്ന് വെച്ചാൽ അങ്ങനെ വാറണ്ടി കാർഡോ ഒന്നും ഇല്ല. ഇത് ഓരോന്നും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുമല്ല. അതിനുള്ള തുച്ഛമായ എമൗണ്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മേടിക്കുക. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സാധനം. ഇതുണ്ടോ, ഞാൻ ഇത് തന്നെ ഒരെണ്ണം കയ്യെ വേറെണ്ണം കയറ്റിയിട്ടതാണ്. ഇങ്ങനെ വേണമെങ്കിലും ഇതിടാം, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വേണമെങ്കിലും ഇതിടാം. ഇതുണ്ടോ, കയ്യെ കിടക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ എൻ്റെ കൈ. ചുമ്മാ ഒരു ചളിയായിട്ട് ഇടയ്ക്കൊന്നും അടിച്ചിട്ട് ഒരു സമാധാനം കിട്ടത്തില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ ഊരി കാണിക്കാം. ഇതെന്തോരം ചെറുതാണെന്ന് നിങ്ങൾ കണ്ടോണേ. എന്തോരം ചെറുതാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വണ്ണത്തിൻ്റെ പ്രശ്നം വരുമോ എന്നുള്ള ഇതുണ്ട്. പിന്നെ ഭയങ്കര ഓവറായിട്ടിരിക്കുന്നവർ പറ്റത്തില്ലുണ്ട്. ഇതുണ്ടോ വള കണ്ടാൽ ഇത്രേ ഉള്ളൂ. ഒരു കൊച്ചുകുട്ടിയുടെ വളയാന്നല്ലേ തോന്നുള്ളൂ. പക്ഷെ നമുക്കത് അഡ്ജസ്റ്റബിളാണ്. ഇത് വേറൊരു കല്ല്. നിങ്ങൾ ഇതിൻ്റെ നമ്പർ കൂട്ടി വേണം സ്ക്രീൻഷോട്ട് എടുക്കാൻ. ഇത് അടുത്തത് ഗ്രീന്. ഈ ടൈപ്പ്. ഇത് ഇത്രയും നേരം നിങ്ങൾ കണ്ടത് ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറഞ്ഞു വന്നു. ഇതിപ്പോൾ കോപ്പർ പ്ലേറ്റഡ് എന്ന് പറയുന്നത്. ഇതിന് ഇച്ചിരി കൂടെ വണ്ണമുണ്ട്. ഞാനൊക്കെ ഈ വണ്ണം ഉള്ളതേ ഇടുള്ളൂ. ഇങ്ങനെ വേണേലും ഇടാം. ഇത് വണ്ണം ഉള്ളതുകൊണ്ട് അങ്ങനെ ഇടുന്ന കേട്ടോ. അതങ്ങനെയല്ല ശരിക്കും ഇടേണ്ടത്. ഇതുണ്ടോ, എന്നിട്ട് ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടുക. ഇതിപ്പം എൻ്റെ കയ്യെ കിടന്ന ആ വളയെ ഇത് തന്നെ കോപ്പർ പ്ലേറ്റഡ് ആണ്, ഗോൾഡ് പ്ലേറ്റഡ് അല്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഗോൾഡ് ഇഷ്ടമില്ല. അതുകൊണ്ട് കോപ്പറാണ്. കോപ്പർ റോസ് ഗോൾഡ് എന്ന് പറയില്ലേ, റോസ് ഗോൾഡിൻ്റെ ഓർണമെൻറ്റ്സ് ഇല്ലേ, അത് ഇട്ട പോലെ കോപ്പർ പ്ലേറ്റഡ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് റോസ് ഗോൾഡിൻ്റെ ഓർണമെൻറ്റ്സ് ഇട്ട പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ഡെയിലി യൂസ്, അതായത് ഓഫീസ് അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്ന പെൺകുട്ടികൾക്ക്, ഓഫീസിൽ പോകുന്നവർക്ക് ഫംഗ്ഷനായിട്ട് ഇടാനും ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടും. ചിലർക്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒത്തിരി വലിയ ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് ഇഷ്ടം. എന്നെയൊക്കെ പോലുള്ളവർക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഹെവി ആയിട്ടുള്ള ഒരു സാധനമോ ഇട്ടുകൊണ്ട് നടക്കുന്ന ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു മോഡൽ ഞാൻ കാണിക്കാം. പാലയ്ക്ക. ഇത് പാലയ്ക്ക ഉണ്ടോ, എല്ലാം കാണിച്ച് എനിക്ക് കൈവേദന എടുക്കും. എനിക്ക് ഇങ്ങനത്തെ കാര്യമൊക്കെ വലിയ മടിയുള്ള കൂട്ടത്തിലാണ് അറിയാമോ. പാലയ്ക്ക ഇത് ഇച്ചിരി ഒരുമാതിരി നല്ല വണ്ണം ഉള്ളവർക്ക് അങ്ങനത്തെ എടുക്കാം. നിങ്ങൾ നമ്പർ മാത്രം നോക്കുക, നമ്പർ കൂട്ടി എടുക്കണം. ഇതിങ്ങനെ അടുപ്പിക്കാം. ഇനിയിപ്പം നിങ്ങൾ എടുത്തു, നിങ്ങളുടെ കൈക്ക്, എൻ്റെ കൈക്ക് ഇത് വലുതാണ്, അപ്പം വണ്ണം കൂടുതലാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് അടുപ്പിച്ചാൽ മതി. കണ്ടോ, വണ്ണം കുറവാണെങ്കിൽ ഇതിനെ അകത്തി കൊണ്ടുവരിക. ഞാനിത് ഇത്രയോ ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത്.
അല്ലല്ലേ. പാലക്കാട് തന്നെ ചെറുതിത്തെ വേറൊരു സ്റ്റോണും കൂടെ ഉണ്ട്. ആ പാലക്കാട് ആ ഒരു സ്റ്റോൺ ഉണ്ട്, അല്ലാതെ വേറൊരു സ്റ്റോണും കൂടെ ഉണ്ട്. ഇതെല്ലാം ഗോൾഡാണ്. ഇതിൻ്റെ മറ്റേ റോസ് ഗോൾഡിൻ്റെ ഇല്ല. നല്ല ഞാൻ ഇതിനകത്ത് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ക്ഷമയുടെ മാക്സിമത്തെ പരീക്ഷണം നടത്തിക്കൊണ്ട് എവിടെ ഇരിക്കുന്നത് ഒരു വിധത്തിൽ സമ്മതിക്കില്ല കേട്ടോ. ഞാൻ ഒരു ദിവസം മുഴുവൻ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ഈ 2-3 വളയുടെ പുറകെ പോകുന്ന തോന്നുന്നു. ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്, അതെപ്പോഴും ഓർത്തോണം. വട്ടത്തിൽ നമ്മൾ വളയിടും. നമ്മുടെ ശരിക്കും കൈയുടെ ഷേപ്പ് എങ്ങനെയാണ്? ഉരുണ്ടല്ലല്ലോ ഇരിക്കുന്നത്, ഇങ്ങനെ ഒരു ചതുര ഷേപ്പിലല്ലേ ഇരിക്കുന്നത്, ഉരുളിച്ചല്ലല്ലോ. ആ ഒരു ഷേപ്പിലാണ് വളയും ഇരിക്കുന്നത്. അത് വള കൈ കിട്ടുമ്പോൾ നിങ്ങൾ ചളുങ്ങിയതാണെന്ന് ഓർക്കരുത്. ഞാനത് ആദ്യമേ പറയേണ്ടത് എന്തുണ്ടോ. ഞാൻ രസമാണ് നോക്കട്ടെ. സിമ്പിളാണ്. ഇവിടെയാണ് അത് ഇടേണ്ടത് കേട്ടോ, ഇങ്ങോട്ടല്ല, ഇവിടെയാണ് ഇടേണ്ടത്. ഇങ്ങനെ ഇരിക്കും ഈ ഭാഗം. വണ്ണം കൂടുതൽ ഉള്ള എനിക്ക് ഇവിടം വരെ വരുള്ളൂ, അല്ലാത്തവർക്ക് അടുപ്പിച്ചാക്കാം. വണ്ണം കൂടി വരുന്നവരും ഇങ്ങനെ. നമ്മൾ ഇവിടമാണ് അതിന് ഇമ്പോർട്ടൻസ്. അത് അങ്ങനെ തന്നെ കിടക്കും. നമ്മൾ കൈ ഏതൊക്കെ വീഴ്ത്തി വെച്ചാലും അങ്ങനെ തന്നെ കിടക്കും, അവിടെ മാറിപ്പോകത്തില്ല. അതാണ് ആ ഷേപ്പിലിരിക്കുന്നതിൻ്റെ ഗുണം. നല്ല സിമ്പിളാണ്. ഓഫീസിലൊക്കെ പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇടാം. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ്. ഇതിപ്പം ഇതാ കോപ്പറാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഈ ലൈറ്റിൻ്റെ എല്ലാം കൂടെ കൂട്ടി അറിയത്തില്ല. ഇത് വന്നിട്ട് നമ്മുടെ ബ്ലാക്ക് മെറ്റലിൻ്റെ ഒക്കെ ഒരു ഇത് സിൽവർ കണ്ടോ. എന്നാ രസമാണെന്ന് നോക്കുക. ചുമ്മാ സിമ്പിളായിട്ടിടാം, നല്ല ഭംഗിയല്ലേ. കാഷ്വൽ ആയിട്ടിടാം, ഡെയിലി ആയിട്ടിടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. സിമ്പിൾ വിലയേ ഉള്ളൂ. ഇതിൻ്റെ ഷേപ്പ് ഞാൻ പിന്നെയും പറയും, ഷേപ്പ് ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. വള പോലെ മറ്റേ ഷേപ്പല്ല, വട്ടത്തിലുള്ള ഷേപ്പല്ല. ഇത് കണ്ടോ, ആ ഷേപ്പ് വന്നാലേ നമ്മുടെ കയ്യെ പറ്റി ചേർന്നത് കിടക്കും. നല്ല ഭംഗിയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ നോക്കിക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം നമ്മൾ ഭയങ്കര ഹ്യൂജ്, ഞാനിപ്പോൾ ഇതിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് വന്ന സാധനം അങ്ങോട്ട് നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. നമ്മൾ പ്രീ ബുക്കിംഗ് എടുക്കും കേട്ടോ. പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 10-15 ദിവസത്തെ ഗ്യാപ്പിൽ പ്രീ ബുക്കിംഗ് എടുക്കും. ഇപ്പം അതായത് ചിലർക്ക് ഈ വള തന്നെ മതി എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എടുക്കും. പക്ഷേ ഇത് ചെറിയ ഡിസൈനിലൊക്കെ വ്യത്യാസം വരുമായിരിക്കും. കാരണം ഞാൻ പോയി കണ്ടു നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് വരുന്നതല്ലല്ലോ. ഇനി വേറെ ഒന്നും കാണിക്കാവേ. റോസ് ഗോൾഡ് പോലത്തെ ഇതാണ്. എൻ്റെ കയ്യിൽ കിടന്ന ആ മോഡൽ തന്നെയാണിത്. ഇത് എൻ്റേതിൽ ഈ ബ്ലാക്ക് മാത്രമേ ഉള്ളായിരുന്നു, ഈ വൈറ്റ് ഇല്ലായിരുന്നേ ഉള്ളൂ. നല്ല ഭംഗിയാണ്. ഇതിനുണ്ടല്ലോ ഞാൻ എന്നാ പറയാൻ വന്നേ, കണ്ടോ നോക്ക്, കയ്യെ ഇടുന്നൊന്ന് കാണിച്ച്. നല്ല രസമല്ലേ, ഭയങ്കര രസമല്ലേ. എൻ്റെ കൈയുടെ പരസ്യം, എൻ്റെ കൈ മോഡലായി. എങ്ങനെ വേണേലും ഇട്ടോണ്ട് നല്ല എനിക്ക് എന്നെ തന്നെ വിശേഷം പറയാൻ അറിയത്തില്ല. നിങ്ങൾ വാങ്ങിക്കേണ്ടതായിട്ടൊന്നുമല്ല കേട്ടോ. ഈ വള വാങ്ങിച്ചിട്ട് എനിക്ക് ഇത്ര വലിയ ഇതൊന്നുമില്ല. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ കാണിച്ചിട്ട് ഓൺലൈനിൽ തീർന്നില്ലെങ്കിൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇവിടെ കാഞ്ഞിരപ്പള്ളിയിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഷോപ്പിൽ വരുന്നതായിരിക്കും നല്ലത്. ഇനി കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഷോപ്പിൽ അവൈലബിൾ ആക്കാം. ജ്വല്ലറിയുടെ ഒരു സെക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നില്ലേ ഇത് കൂട്ട് കുറേ വളകൾ കാണിക്കാനുണ്ട്. ഞാൻ ഇന്ന് കുറച്ച് മോഡലുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. വരും ദിവസങ്ങളിൽ വീണ്ടും കാണിക്കാം. ഇന്ന് എടുത്ത് വെച്ചേക്കുന്ന മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ഇനി ഒരു ഇതും കൂടെ ഉണ്ട്, വൈറ്റ് ഗോൾഡും മറ്റേ ഗോൾഡും കൂടെ മിക്സ് ആയിട്ടുള്ള എനിക്കുണ്ടാവള. ഇതെൻ്റെ ഒറിജിനൽ സ്വർണ്ണവള തന്നെയാണ്. എന്തോരം പേര് ചോദിച്ചിട്ടുണ്ടെന്നറിയോ ഈ വള. ഇതിങ്ങനെ ലോക്ക് ചെയ്തിടുന്ന വളയാണ്. ഞാൻ വർഷങ്ങളായിട്ട് എനിക്കിതിൻ്റെ 1 ലെയറും 2 ലെയറും ഒക്കെ ഉണ്ട്. ഇത് പക്ഷേ സ്വർണ്ണമല്ലല്ലോ, അറിയാലോ. ഇത് അങ്ങനത്തെ തന്നെ വളയാണ്. ഇങ്ങനെ ഇരിക്കും. ഇത് ഇതുപോലെ ഇങ്ങനെ അകത്താം. ഇങ്ങനൊരു സുനായൊക്കെ ഇങ്ങനെയുണ്ട്. അത് വേണമെങ്കിൽ അതങ്ങ് എടുത്ത് കളഞ്ഞേച്ചാൽ മതി. ഇങ്ങനെ അകത്താം. എൻ്റെ അവിടെ കാണിച്ച് എൻ്റെ കൈ വേദനയൊന്നുമില്ല കേട്ടോ. ഞാൻ ചുമ്മാ പറയുന്ന കൈന്ന് ചുമ്മാ എന്തെങ്കിലും പറയട്ടെ. കേട്ടോ, സിമ്പിൾ വളയല്ലേ. ഇങ്ങനൊരു ഹാങ്ങിങ്ങും കൂടെ ഇതിനുണ്ട്. ഹാങ്ങിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഇടാം. അതൊരു രസം. നമ്മുടെ ചെയിനയിലൊക്കെ അങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന കാണത്തില്ലേ, ബ്രേസ്ലെറ്റിൽ. കൈ കാണിച്ച് ഞാൻ പോസ് ചെയ്തിരിക്കുക. അത് തന്നെ ഇത് അല്ലേ, ഇത് സെയിം അല്ലേ, ഒരെണ്ണം കാണിച്ചാൽ മതി. ഇത് കണ്ടോ, റോസ് ഗോൾഡിൻ്റെ ആണ്. അതായത് ഇതിന് പറയുന്ന കോപ്പർ പ്ലേറ്റഡ് എന്നാണ്. റോസ് ഗോൾഡിൻ്റെ നമ്മൾ ആഭരണങ്ങളിലേ റോസ് ഗോൾഡ്, പ്ലാറ്റിനം അങ്ങനെയൊക്കെ. ഇത് പ്ലാറ്റിനം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കണ്ടോ എന്നാ രസമാണ് നോക്ക്. എന്നാ സ്റ്റാൻഡേർഡാണ് നിങ്ങൾ നോക്ക്, എന്നാ രസമാണ്. ഇത് കൂട്ടൊക്കെ ഒത്തിരി കൈ നിറയും വളകളും ഒക്കെ ഇടുന്ന ആ കാലഘട്ടമൊക്കെ പോയി. അല്ലേ തന്നെ എനിക്കത്
ഓരോ നാടിൻ്റെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. നാടിനനുസരിച്ച് ചില നാടുകളിൽ ഒത്തിരി സ്വർണ്ണം ഇടും ചില സൈഡിലേക്ക്, ചിലർ ഒട്ടും ഇടത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എന്തിനാന്നേ, നമ്മൾ വേറെ സ്വർണ്ണമൊന്നും സൂക്ഷിക്കാൻ വേണ്ട, പോയാലും നഷ്ടം ഇത്ര രൂപ അല്ലേ ഉള്ളൂ. പിന്നെ രസമൊക്കെയാണ്, സിമ്പിളാണ്, ഡെയിലി ഓഫീസിൽ പോകുമ്പോഴൊക്കെ ഇടാം, ആരുടെ സഹായം വേണ്ട, സോപ്പ് ഇടണ്ട, ഒന്നും ഇടണ്ട. പിന്നെ ഞാൻ ഇനി ഇതിനെപ്പറ്റി വളയെപ്പറ്റി വിശദീകരിച്ച് പറഞ്ഞോട്ടെ. ഇതിന് നമ്മൾ യാതൊരു വാറണ്ടിയോ ഗ്യാരണ്ടിയോ ഒന്നും കൊടുക്കുന്നില്ല. ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് പറയുന്നത് ഇത് 6 മാസം വരെ യാതൊരു കളറും പോകത്തില്ലെന്നാൽ ഞാനതിൻ്റെ ദൃക്സാക്ഷിയാണ്. 6 മാസം പോയിട്ട് എത്ര കാലമായെന്ന് എനിക്കറിയാം. എൻ്റെ കയ്യിൽ ഇത് കൂട്ട് കുറേ വളകൾ ഇരിപ്പുണ്ട്, ഞാൻ എപ്പോഴും ഇത് മാത്രമേ ഇടുള്ളൂ. എനിക്ക് ഈ ഒരു സിമ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാണ്, എത്രയോ കാലങ്ങളായിട്ട് എൻ്റെ കയ്യിൽ ഈ വള തന്നെയാണ് എടുക്കുന്നത്. എനിക്ക് അങ്ങനെ ഈ ഓർണമെൻറ്റ്സിനോട് വലിയൊരു ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാറ്റിയിടാത്തത്. ഞാൻ എന്നിട്ട് ഞാൻ ചിലപ്പോൾ ഓർക്കുന്നതാണ്, ഇനി ഇത് വല്ല സ്വർണ്ണമാണോ, സത്യം ഞാൻ പറയാം, ശരിക്കും ഞാൻ പറയാം, ഇതൊക്കെ വല്ല സ്വർണ്ണമാണോ, എനിക്ക് വല്ല തെറ്റിപ്പോയാണ്, സ്വർണ്ണവളം തന്നെയാണ് ഞാൻ എടുത്തിട്ടേക്കുന്നത്. അത്രയ്ക്ക് കാലമായിട്ട് കയ്യെ കിടന്നിട്ട് യാതൊരു വ്യത്യാസവും ഇതിന് വന്നിട്ടില്ല. അപ്പോൾ എനിക്കത് മാത്രമേ പറയാനുള്ളൂ, അതിനകത്തെ ഒരിത് പറയാനുള്ളത്, എക്സ്പീരിയൻസ് പറയാനുള്ളത്. പക്ഷെ ഈ വളം മുഴുവൻ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. എനിക്കതുകൊണ്ട് വാറണ്ടിയോ ഗ്യാരണ്ടിയോ റിട്ടേണോ എക്സ്ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഈ ഓർണമെൻറ്റ്സിന് ഉണ്ടാകത്തില്ല. പിന്നെ ഇതിൻ്റെ തന്നെ പ്ലാറ്റിനം, സിൽവർ, റോസ് ഗോൾഡ്, ഇതിൻ്റെ എല്ലാം ചെയിന് ഉണ്ട്, അത് അടുത്ത ദിവസം കാണിക്കാം കേട്ടോ. ചെയിനുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ വേറെ വളകൾ, ഇതിൻ്റെ വേറെ മോഡൽസ് നല്ല ഭംഗിയുള്ള ഒറ്റ ഇതായിട്ട് കിടക്കുന്നൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ കാണിക്കാം. അപ്പോൾ ഇത് മാത്രമാണ് വേണ്ടതെങ്കിൽ, നിങ്ങൾ ഇന്നിപ്പോൾ ഷോളല്ലേ കാണിച്ചത്, ഷോളിൻ്റെ കൂടെ ഇത് മാത്രം വേണ്ടെങ്കിൽ ഇത് ബുക്ക് ചെയ്യുക. നമുക്ക് ഷിപ്പിംഗ് ഫ്രീ അല്ല, ഒരെണ്ണമാണേലും ഒരു 4 എണ്ണം വരെയൊക്കെ ഒരൊറ്റ ഷിപ്പിങ്ങിൽ പോവും. നിങ്ങൾ ഗ്രൂപ്പായിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചോ. പിന്നെ ഒരേ ഡിസൈൻ തന്നെ എല്ലാവർക്കും വേണമെന്ന് വാശി പിടിക്കരുത്, കാരണം നമ്മൾ ഒത്തിരി സ്റ്റോക്ക് വെച്ചിട്ടില്ല. ഞാൻ ഇതെപ്പോഴും കാണിക്കുന്നില്ലാത്ത ഒരു കാര്യമാണ്, ഞാൻ ഇപ്പം ഡ്രസ്സിന് കൊണ്ടുവരുന്ന പോലെ ഒത്തിരി സ്റ്റോക്കൊന്നുമില്ല. വേണമെങ്കിൽ പ്രീ ബുക്കിംഗ് എടുത്ത് ഏകദേശം ഇതുപോലത്തെയൊക്കെ ഉള്ളത് കൊണ്ടുതരാം. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്യുക. കാഞ്ഞിരപ്പള്ളി സറൗണ്ടിങ്സിലുള്ളവർ ബുക്ക് ചെയ്തിട്ട് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക. അടുത്ത ദിവസങ്ങളിൽ ഒന്ന് കാണണം കേട്ടോ. ഇങ്ങനത്തെ ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ ഇത് ഒറ്റ വീഡിയോയിലൂടെ കാണിക്കാതെ, ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ്. ഞാൻ പിന്നെയും പറയുകയാണ്, വളയുടെ ഷേപ്പ് ഇങ്ങനെയാണ്, വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. പകുതി കെട്ടിട്ട് പോയിരുന്നിട്ടേ വള വന്നു കഴിഞ്ഞാൽ അയ്യോ ഇത് വളഞ്ഞിരിക്കുന്നു എന്ന് പറയരുത്. താങ്ക് യു.